ഹായ് ഗായ്സ്, നിങ്ങളെ ഞെട്ടിക്കാമെന്ന് കരുതിയാൽ ഞാൻ വന്ന നിങ്ങൾ ഞെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിതൊരു അത്ഭുതമായി തോന്നി. അപ്പോൾ നിങ്ങളെയും കാണിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ എന്താ സംഭവം എന്നറിയണ്ടേ? അപ്പോൾ കമോൺ ഗായ്സ്. ഇതാണ് മെർക്കാറ്റോ മെട്രോപൊളിറ്റനോ. M&M എന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതൊരു റെസ്റ്റോറൻ്റാണ്. അതും എല്ലാ രാജ്യത്തെയും ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അതും വളരെ വലിയൊരു റെസ്റ്റോറൻറ്റ്. ഇതാണോ എന്നെ ഞെട്ടിച്ച് കാഴ്ച എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എന്നല്ല, അകത്തേക്ക് ചെന്നാൽ മനസ്സിലാവും എന്താണ് ഞെട്ടാൻ പോകുന്നതെന്നുള്ള കാര്യം. ഇത് ഒരു ചർച്ചാണ് ഗൈസ്. അതാണ് എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഒരു പള്ളിയിൽ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് ഞാൻ പറയാം. ഇവിടെ എല്ലാ രാജ്യത്തെ ഫുഡും ഡ്രിങ്ക്സും വൈൻസും ഒക്കെ കിട്ടും കേട്ടോ. ഒരു അടിപൊളി സ്ഥലമെന്ന് തന്നെ പറയാം. അതും ഒരു നല്ല കിട്ടും അറ്റ്മോസ്ഫിയർ. ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇത് ചർച്ചാണോ. ഇത് പള്ളിയുടെ ഒരു അൽത്താരയാണ് ഈ കാണുന്നത്. അത് നമുക്ക് ഈ വീക്കെൻഡൊക്കെ വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ, അതും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് ഇത്. 200-ലധികം പഴക്കമുള്ള സെൻറ്റ് മാർക്സ് എന്ന് പറയുന്ന ചർച്ചാണ് ഇത്. ലൊക്കേഷൻ വരുന്നത് ബോണ്ട് സ്ട്രീറ്റിലാണ്. ബോണ്ട് സ്ട്രീറ്റ് സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ചും നടന്നു പോരാനുള്ളൂ. ജസ്റ്റ് നമ്മൾ M&M എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കേട്ടോ. അബാൻഡൻഡ് പള്ളിയാണ്. അപ്പോൾ ഇവരെന്താ മെർക്കാറ്റോയുടെ മെയിൻ എയിം എന്താ, അബാൻഡൻഡ് പ്ലേസസ് എടുക്കുക, എന്നിട്ട് അതിനെ ഇതുപോലത്തെ ഒരു യൂസ്ഫുൾ സ്ഥലമാക്കുക. ബാർ, റെസ്റ്റോറൻറ്റ്. ആൻഡ് ഈ റെസ്റ്റോറൻറ്റ് ഒക്കെ വെരി അൺനോൺ, അതായത് ലോക്കൽ പ്രൊഡ്യൂസേഴ്സിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അവർക്ക് ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതൊക്കെ ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബ്രാൻഡഡ് സാധനമല്ല, കാഡ്ബറി അല്ലെങ്കിൽ പേരില്ലാത്ത സാധനങ്ങളൊന്നും ഉള്ളി ലോക്കലി പ്രൊഡ്യൂസ്ഡ് മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. പിന്നെ മെയിൻലി മെർക്കാറ്റോയില് കുറെ കൺട്രീസിന്റെ ഫുഡ് ഉണ്ട്. ബേസിക്കലി ഇതൊരു ഫുഡ് മാർക്കറ്റാണ്. അപ്പൊ ഇത് അബാൻഡൻഡ് ചർച്ചാണ്. ആ അബാൻഡൻഡ് ചർച്ചിനെ അവർ ഇങ്ങനെ ആക്കി, ഇങ്ങനത്തെ ഒരു സെറ്റ്. അവരുടെ വേറെ ബ്രാഞ്ചിൽ അബാൻഡൻഡ് കാർ പാർക്കിംഗ്, ഞാൻ ജോലി ചെയ്യുന്നത് അബാൻഡൻഡ് കാർ പാർക്കിംഗ്, അവിടെ ഇതേപോലെ ഉണ്ട്. പക്ഷെ വേറെ രീതിയിലാണ്. പള്ളിയാ, വേറെ ഒരെണ്ണം ഫാക്ടറിയാ, വേറെ ഒരെണ്ണം അത് മെയിൻലി കനറി വർക്കിലാണ്. ഈ എംപ്ലോയീസും അതും ബേസിക്കലി ഇത് തന്നെയാ തീം. ഇത് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഫുഡും ഡ്രിങ്ക്സും എല്ലാം ഇത്തിരി എക്സ്പെൻസീവ് തന്നെയാണ്. കാശ് നല്ല രീതിയിൽ കയ്യിൽ നിന്ന് പൊട്ടുന്ന വിധത്തിലുള്ള കാര്യമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ UK എത്തിയിട്ട് ആകെ 6 മാസം സംതിങ് ആയിട്ടുള്ളൂ. സോ എനിക്കിത് വലിയൊരു എമൗണ്ടാണ്. സോ ബാക്കിയുള്ളവർക്ക് അങ്ങനെയാണോ എന്നില്ല. സോ അത് നിങ്ങൾ ഇവിടെ വന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് വന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെ ആരെങ്കിലും ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവർ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ ഫുഡിന് പകരം വൈനുകളാട്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. നല്ല കിട്ടിലും വൈൻ, ഒന്നും പറയാനില്ല. എന്നാ ടേസ്റ്റാ എന്ന് കരുതി ഞങ്ങൾ ഭയങ്കര കുടിയത്തികളോ ഒന്നുമല്ല. ഭയങ്കര ഇഷ്ടമാട്ടോ വൈൻ, നല്ല ടേസ്റ്റ്. ഇതിൻ്റെ താഴെ നെഗറ്റീവ് കമൻറ്റ് ഇടാനൊന്നും ആരും വരണ്ട കേട്ടോ. ഇതൊരു വൈനാണ്. ഇനി വൈനല്ല, ബിയറല്ല, ഡ്രിങ്ക്സ് ആണെങ്കിലും എന്ത് പണ്ടാരാണെങ്കിലും ഇത് നമ്മുടെ ലൈഫാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് ആൾക്കാരെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അപ്പയും അമ്മയും, അതായത് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അത്യാവശ്യം ഫ്രീഡം തരുന്ന ഒരു ഫാമിലി തന്നെ കേട്ടോ. അതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഓൾമോസ്റ്റ് എല്ലാവരുടെയും. താഴത്തെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോയി. മുകളിൽ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ കുറേ വെറൈറ്റി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഐസ്ക്രീമും കഴിക്കാൻ പറ്റിയ സമയമല്ല, ഉമ്മാരി തണുപ്പാണ് പുറത്ത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം 3:30 കഴിഞ്ഞാൽ പിന്നെ കൂറ്റാക്കൂറ്റിരട്ടെ, പിന്നെ എങ്ങോട്ടേക്കും ഇറങ്ങാൻ തോന്നത്തില്ല. അതാണ് അവസ്ഥ. നമുക്ക് ഭയങ്കര മടിയായിരിക്കും പുറത്തേക്ക് പോകാൻ. ഇരുട്ടല്ലേ, രാത്രിയല്ലേ എന്നാണ് നമ്മുടെ ചിന്താഗതി. പക്ഷെ പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കാണുന്ന മുതൽ അനക്ക് അവൾ എന്നെ കുത്തിപ്പൊയ്ക്കൊണ്ട് മാത്രം കേട്ടോ. അല്ലെങ്കിൽ ഞാനൊന്നും വരാൻ പോണില്ലേ. പക്ഷെ വന്നത് കൊണ്ട് കിടിലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനും പറ്റി, അത് നിങ്ങളെ കാണിക്കാനും പറ്റി. ഇത് UK തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക്. ഞങ്ങൾ ചെന്ന ദിവസം നല്ല തിരക്കായിരുന്നു. പിന്നെ ക്രിസ്മസ് അല്ലേ,
എല്ലാവർക്കും വെക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്കും വെക്കേഷനല്ലേ? അപ്പോൾ വെക്കേഷന് കാണാൻ പറ്റിയ നല്ലൊരു കിടിലൻ പ്ലേസ് തന്നെയാണ് ലണ്ടനിലെ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. എനിക്കിതൊരു ഫസ്റ്റത്തെ അനുഭവമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ക്രിസ്മസ് അടിച്ചു വിളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് ലണ്ടൻ. അപ്പോൾ എല്ലാവരും ലണ്ടനിലേക്ക് പോര്. അപ്പോൾ നമുക്ക് ലണ്ടനിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൂലയിൽ വെച്ച് കാണാം. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയതാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ ബൈ.